ഫ്രണ്ട്സ്, നിങ്ങൾ മുട്ട ചമ്മന്തി ഇത്ര രുചിക്ക് കഴിച്ചിട്ടുണ്ടോ? ഒന്ന് കഴിച്ചു നോക്കി നോക്കൂ കേട്ടോ, ഉണ്ടാക്കി നോക്കി നോക്കൂ. അതിന് മുന്നേ എൻ്റെ ഈ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട ചമ്മന്തിയാണല്ലോ. 2 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് 3 പേർക്ക് നന്നായി കഴിക്കാം കേട്ടോ. അതിനുള്ള പാകത്തിനുള്ളതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില, അതുപോലെ തന്നെ 2 പച്ചമുളക്, അതുപോലെ വലിയ മുഴുവൻ മുളക് ഉണ്ടല്ലോ, അത് ഇങ്ങനെ നമ്മൾ ചതച്ചെടുത്തതാണ് കേട്ടോ, 1 സ്പൂണാണ്. അതുപോലെ തന്നെ മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയുമാണ് വേണ്ടത് കേട്ടോ. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. തക്കാളി കട്ട് ചെയ്തതും സവാള കട്ട് ചെയ്തതും, അതുപോലെ പച്ചമുളക് അരിഞ്ഞ് വെക്കുക, അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചെടുക്കുക, വേപ്പില, അങ്ങനെ വേണ്ട ഈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാമാണിത്. ഇത്രയും മതി. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഈ കോഴിമുട്ട ഈ ചതച്ച മുളകിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഈ കോഴിമുട്ട നമ്മളിങ്ങനെ അടിച്ചെടുത്ത കോഴിമുട്ട അതിലേക്ക് എടുത്ത് ഒഴിച്ചു. ഇത് നമ്മൾ എന്തുണ്ടാക്കണം? മുട്ട നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് മുട്ട ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നന്നായി മുട്ട അങ്ങനെ ചിക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി ചിക്കി എടുത്തിട്ട് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. തീരെ ഇഷ്ടമില്ലാത്ത മുട്ട കഴിക്കാത്ത കുട്ടികൾ പോലും ഈ മുട്ട ചമ്മന്തി കഴിക്കാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ മകൻ മുട്ട തീരെ കഴിക്കാത്ത മകനാണ്. പക്ഷെ അവൻ എപ്പോഴും പറയാം, അമ്മ മുട്ട ചമ്മന്തി തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ മുട്ട ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ട കഴിക്കും, അല്ലാതെ അവൻ മുട്ട കഴിക്കാറേ ഇല്ല. അപ്പോൾ അത് കുട്ടികൾക്കും എല്ലാവർക്കും നമുക്ക് ഒരുപാട് ചോറിനാണോ, ചപ്പാത്തി കഴിക്കാനോ, ബ്രെഡ് കഴിക്കാനോ, എന്തിനും നമുക്ക് ഈ മുട്ട ചമ്മന്തി നമുക്ക് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ട നന്നായി ചിക്കി ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മളിങ്ങനെ എടുക്കുക. അത് വലിയ സംഭവമൊന്നുമില്ല, കാര്യങ്ങളൊന്നും ഇല്ല. അത് ചെറുതായിട്ട് എടുത്തിട്ട് നമുക്കൊരു പാത്രത്തേക്ക് അത് മാറ്റി വയ്ക്കാം. അത്ര പണിയുള്ള സംഭവമൊന്നുമല്ല. ഈ പറയുമ്പോഴാണ് പണിയുള്ളൂ, ചെയ്യുമ്പോൾ തീരെ പണിയില്ലാത്ത കാര്യമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് സവാളയും ഇതൊക്കെ വഴറ്റിയെടുക്കാം കേട്ടോ, തക്കാളിയൊക്കെ. അപ്പോൾ ഈ പാത്രത്തിൽ കുറച്ച് എണ്ണ എടുത്ത് ഒഴിക്കുകയാണ്. അതിൽ നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് പുട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അരിഞ്ഞു വെച്ച എല്ലാ സവാളയും, ഒരു സവാള നമ്മൾ എടുത്തിട്ടുള്ളൂ, ആ ഒരു സവാള അതിലേക്ക് എടുത്തിട്ടാൽ മതി. 2 തക്കാളിയും, അത് തന്നെ അത്യാവശ്യം നമുക്ക് 3 പേർക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ സവാള നന്നായി വഴന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ സവാള നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് തക്കാളി ഇടുക കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞ് അത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടുക. പിന്നെ 2 പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്കറിയാലോ പേസ്റ്റ് രൂപമാവും, തക്കാളിയൊക്കെ നന്നായി അടിഞ്ഞ് ചേരുന്നതാണ്. അപ്പോൾ അത് നല്ല ചമ്മന്തി പരിവാവും, നമുക്കതറിയാം. അപ്പോൾ ആ ഇഞ്ചിയും പച്ചമുളക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയതിലേക്ക് കുറച്ച് 1/4 സ്പൂണ് നമുക്ക് എന്തിടാം, മഞ്ഞപ്പൊടി ഇടാം. അത് കളറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ, വേറെ ഒന്നുമല്ല. നല്ലൊരു കളർ കിട്ടും അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും ഒരു 1/4 സ്പൂൺ ഇട്ടിട്ട് അതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് ചില്ലി പൗഡർ നമ്മളാക്കി വെച്ചിട്ടുണ്ട് അതും, അതുപോലെ നമുക്ക് പാകത്തിന് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ. അതും മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല പരിവാക്കി തീർക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിൽ കുറച്ച് വേപ്പില എടുത്തിട്ടാൽ മതി, മണത്തിന് വേണ്ടി മാത്രം, ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. ചിലർക്ക് വേപ്പില ഇഷ്ടം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നമ്മൾ കുത്തിപ്പൊരിച്ച് വെച്ച ആ മുട്ട ഉണ്ടല്ലോ, ആ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. അവസാനത്തെ ഘട്ടമാണ് കേട്ടോ. ആ മുട്ട ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ല് വരും. അത് എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ചപ്പാത്തിക്കൊപ്പോ ചോറിനൊപ്പോ ഇതിലൊറ്റ കറി മതി നമുക്ക് കേട്ടോ. കളർ തന്നെ കണ്ടോ, ഒരു പ്രത്യേക കളറാണ്. അത് തിന്നാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത്യാവശ്യത്തിന് എരിവുണ്ട്, ഉപ്പുണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ട് അത് നന്നായി, എനിക്കാണെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയി കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ നന്നായി ഇങ്ങനെ ചിക്കി എടുക്കുന്നത് കേട്ടോ. നന്നായി ചിക്കി ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ നമ്മൾ എവിടേക്കാണ് സെർവ് ചെയ്യേണ്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക. കണ്ടോ, ആവി പറക്കുന്ന, ഇപ്പം തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. ആവി പറക്കുന്ന മുട്ടയാണ്, മുട്ട ചമ്മന്തിയാണ്. എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് കഴിച്ചു നോക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നിങ്ങളൊന്ന് കഴിച്ചു നോക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്.